സഹകാരി റേസ് പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് പരിശ്രമിച്ചാൽ ഏറ്റവും എളുപ്പം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്. 50 അതിൽ കൂടുതലോ മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ കൊല്ലവും 50 മാർക്കിന് താഴെയായിരുന്നു ഇതിന്റെ കട്ട് ഓഫ്. ഇക്കൊല്ലവും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ മാത്തമാറ്റിക്സിന് മൊത്തം 20 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ മൊത്തം 5 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ മൊഡ്യൂളായ നമ്പർ തിയറി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യവും അതുപോലെ തന്നെ അതിലെ ഓരോ കൺസെപ്റ്റും കാര്യങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ അനലിറ്റിക് നമ്പർ തിയറിയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റിയെക്കുറിച്ച് പഠിക്കണം. രണ്ടെന്ന് പറയുന്നത് അവിടെ GCDയും LCMും അവൻ്റെ പ്രൈം ഫാക്ടറൈസേഷനും അതുപോലെ തന്നെ യൂഗ്ലിഡ്സ് അൽഗോരിതം, ഡിവിഷൻ അൽഗോരിതം, പിന്നെ കോൺഗ്രുവൻസും ലീനിയർ കോൺഗ്രുവൻസും എന്നീ കൺസെപ്റ്റുകളെക്കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അനലിറ്റിക് നമ്പർ തിയറി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. GCD of 1890 ആൻഡ് 3587 ഈസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസും കൂടി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് നമ്മുടെ ഇന്ന് ക്ലാസ് അവസാനിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. സെറ്റ് പ്ലസ് ആയിട്ട് 1, 2, 3, 4, 5 എക്സെട്ര എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടിയാൽ ഇതൊരു സെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിനൊരു സബ്സെറ്റ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു സബ്സെറ്റ് എസ് എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് എടുക്കാൻ പോവുകയാണ്. എസ് എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് ഞാൻ എടുക്കുകയാണ്. ഇതിലെ കുറച്ച് എലമെൻറ്റ്സ് ചേർത്ത് കൊണ്ടാണ് ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ കുറച്ച് എലമെൻറ്റുകൾ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ സബ്സെറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 2, 4, 5, 7 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന Z+ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു സെറ്റ് എടുക്കാൻ പോവുകയാണ്. T എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുകയാണ്. ഇവിടെ T എന്ന് പറഞ്ഞ സെറ്റ് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് വെച്ച് എനിക്ക് T എന്ന് പറഞ്ഞൊരു സെറ്റും കൂടി എടുക്കാം. ഞാനിവിടെ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1, 3, 4, 5 എന്ന് പറഞ്ഞ് മറ്റൊരു സെറ്റ് എടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു സെറ്റ് എടുക്കാം. ഫോർ എക്സാമ്പിൾ B എന്ന് പറഞ്ഞെടുക്കുകയാണ് ഞാൻ. ഫോർ എക്സാമ്പിൾ 4, 8, 6, 12 ഇങ്ങനൊരു സെറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എത്ര സബ്സെറ്റ് വേണമെങ്കിലും നമുക്ക് ഈ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് എഴുതാം. ഏത് വേണോ, എത്രത്തോളം സബ്സെറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എഴുതിയെടുക്കാൻ പറ്റും. കാര്യം സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിലെ കുറച്ച് എലമെൻറ്റ്സ് കൊണ്ട് ഞാനൊരു സെറ്റ് ഉണ്ടാക്കിയാൽ അതെല്ലാം അവൻ്റെ സബ്സെറ്റുകളായിരിക്കും. ഇനി ഓരോ സബ്സെറ്റും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ S എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് ഉണ്ടല്ലോ. ഈ സബ്സെറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഇവിടെ 2, 4, 5, 7 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ഉണ്ട്. 2, 4, 5, 7 ഈ സെറ്റ് നോക്കുമ്പോഴേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 2 എന്ന് പറയുന്ന സംഖ്യയല്ലേ? അതുപോലെ ഞാൻ ഈ T എന്ന് പറഞ്ഞ ഈ ഒരു സബ്സെറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 1, 3, 4, 5 എന്ന് പറഞ്ഞ സംഖ്യകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണ്? 1 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഈ B എന്ന് പറഞ്ഞൊരു സെറ്റ് നോക്കുമ്പോഴേ ഈ സെറ്റിൽ 4, 8, 6, 12 എന്ന് പറഞ്ഞ സംഖ്യ വരെയാണെങ്കിൽ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാടെ? ഈ 4 അല്ലേ. ഞാൻ ഇനി മറ്റൊരു സബ്സെറ്റ് എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞ ആ ഒരു സെറ്റ് എഴുതുകയാണ്. A = 3, 5, 7, 9, 11, 13 എക്സെട്ര, അല്ലെങ്കിൽ 13 വരെ. എക്സെട്ര എടുക്കുന്നില്ല, 13 വരെയുള്ള സെറ്റ് എടുത്തു. ഈ സെറ്റ് നോക്കുകയാണെങ്കിലും ഇതിനൊരു ലീസ്റ്റ് ഏറ്റവും ചെറിയൊരു എലമെൻ്റ് ഉണ്ട്. ഏതാ? 3, ഒരു സ്മോളസ്റ്റ് എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടിയല്ലേ. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആ കൺസെപ്റ്റും അത് തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ ഏതൊരു സബ്സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും അവനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ട് എന്നൊരു, അല്ലെങ്കിൽ അവനൊരു ഏറ്റവും ചെറിയൊരു എലമെൻറ്റ് ഉണ്ടായിരിക്കുമെന്നൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ പറയുന്നത്. എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ഇതാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്? വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് Z+ലെ എലമെൻറ്റ്സ് ആണ് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റാണ് നമ്മൾ നേരത്തെ എടുത്ത S എന്ന് പറഞ്ഞ സബ്സെറ്റായിട്ട് എടുത്തത്. ഫോർ എക്സാമ്പിൾ S ഞാൻ വേറെ ഏതെങ്കിലും എടുക്കുകയാണ്. ഇപ്പോൾ 2,
3, 5, 7, 9, 11 എന്നാണ് ഞാനിപ്പോൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിനൊരു ലീസ്റ്റ് എലമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏറ്റവും ചെറിയ എലമെന്റ് ആരാ 2, അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും എന്നതാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. ഇതിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു കൺസെപ്റ്റായ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ മാക്സിമം പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുക, ഫോർ ഇൻറ്റിജർ ഇഫ് ഡി ഡിവൈഡ്സ് എ വി സേ ഡി ഡിവൈഡ്സ് എൻ. ഡി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഡി ഡിവൈഡ്സ് എൻ. ഓക്കെ, ആൻഡ് വി റൈറ്റ് ഡി ഡിവൈഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്ക് എൻ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ ഉണ്ട്, അതുപോലെ ഡി എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ ഉണ്ട്. ആ എൻ എന്ന് പറഞ്ഞ ഇൻറ്റിജറിനെ ഡി എന്ന് പറഞ്ഞ ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻ ഡി ഡിവൈഡ്സ് എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എന്നിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. എന്ന് വച്ചാൽ എൻ എന്ന് പറയുന്നത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഡി ഇൻറ്റു സം ക്യൂ എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് വി സേ ഡി ഡിവൈഡ്സ് എൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി ഓർ ഡി ഇസ് എ ഡിവൈസർ ഓഫ് എൻ. ഒന്നുകിൽ നമുക്ക് പറയാം ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്ന ഡിയുടെ മൾട്ടിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഡി എന്ന് പറയുന്നത് എന്നിൻ്റെ ഒരു ഡിവൈസർ ആണെന്ന് പറയാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ്സ് 10 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ഡിവൈഡ്സ് 10 എന്ന് വെച്ചാൽ 10 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 ഇൻറ്റു സം ക്യൂ ഫോമിലായിരിക്കും. 2 ഇൻറ്റു ക്യൂ, ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുന്നത്? 2 ഇൻറ്റു 5 ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 2 ഡിവൈഡ്സ് 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 എന്ന് പറയുന്നത് 2ൻ്റെ എന്തായിരിക്കും, ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 ഡിവൈഡ്സ് 9 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 9 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, സം ക്യൂവോ ആറോ എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു ഇവിടുത്തെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 ഇൻറ്റു എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് 2 ഇൻറ്റിജർ ഉണ്ട്, എന്നും ഡിയും. അതിൽ ഡി ഡിവൈഡ്സ് എൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എൻ എന്ന് പറയുന്നത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ നിന്ന് എത്തിച്ചേരേണ്ടത്. എക്സാമ്പിൾ ഇത് ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ, 2 ഡിവൈഡ്സ് 10 മീൻസ് 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 ഡിവൈഡ്സ് 27 കുറിച്ച് പറയാം. 3 ഡിവൈഡ്സ് 27 എന്ന് വെച്ചാൽ 27 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് 3 ഇൻറ്റു എത്രയാ? 9 അല്ലേ 27. അപ്പോൾ 3 ഡിവൈഡ്സ് 27 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 27 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമുക്കടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിസിബിലിറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഡിവിസിബിലിറ്റി എന്തെന്ന് പറഞ്ഞു, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത് വരുന്ന പ്രോപ്പർട്ടിയാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നോക്കാം. എൻ ഡിവൈഡ്സ് എൻ ആണ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എൻ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നാണ്. ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് എൻ, എൻ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്നത് എന്നിൻ്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഡിവിസിബിലിറ്റിക്ക് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്ത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡിയും എന്നും എം എന്നും പറയുന്ന 3 ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഡി ഡിവൈഡ്സ് എൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡി ഡിവൈഡ്സ് എൻ എന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്നത് ഡിൻ്റെ ഒരു മൾട്ടിപ്പിൾ, സം ഡി ഇൻറ്റു ക്യൂ ആണെന്ന് നമുക്ക് ചിന്തിക്കുക. അതുപോലെ എൻ ഡിവൈഡ്സ് എം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എം എന്ന് പറയുന്നത് എന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് സം എൻ ഇൻറ്റു ആർ എന്ന് ചിന്തിക്കാം. അപ്പം ഡി ഡിവൈഡ്സ് എൻ എന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്ന ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ എൻ ഡിവൈഡ്സ് എം എന്ന് വെച്ചാൽ എന്തായിരിക്കും? എം എന്ന് പറയുന്ന എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എം എന്ന് പറയുന്നത്
n ഇൻറ്റു സം r ആണെന്ന് മനസ്സിലായി. ഈ എന്നിന് പകരം നമുക്ക് അവിടെ ഒരു വില ഉണ്ടല്ലോ, d ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന വില. ആ വില എടുത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? d q ഇൻറ്റു സം r എന്ന് വരും അല്ലേ? എന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുമ്പോൾ m എന്ന് പറയുന്നത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടല്ലേ കിട്ടുന്നത്. എന്ന് വെച്ചാൽ d ഡിവൈഡ്സ് m എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് d n-നെ ഡിവൈഡ് ചെയ്യും, ആ n മറ്റൊരു ഇൻറ്റിജറായ m-നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ d ആ ഇൻറ്റിജർ m-നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഈ ഒരു ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്, അതിൽ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. നമുക്കത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഡിവൈഡ്സ് 8 എന്ന് ഞാൻ എടുക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് 8 എന്ന് പറയുന്നത് 2-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുപോലെ ഞാൻ എടുക്കുകയാണ് 8 ഡിവൈഡ്സ് ഒരു 24 എന്ന് ഞാൻ എടുത്തു. എന്ന് വെച്ചാൽ 24 എന്ന് പറയുന്നത് 8-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് d ഡിവൈഡ്സ് n-ഉം n ഡിവൈഡ്സ് m-ഉം ആണെങ്കിൽ d m-നെ ഡിവൈഡ് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ ഈ 2 ഈ 24-നെ ഡിവൈഡ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 24-നെ ഡിവൈഡ് ചെയ്യുമോ നോക്കാം. എന്ന് വെച്ചാൽ 24 എന്ന് പറയുന്ന 2-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ 8 2-ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ. 8 ഇൻറ്റു 4 ആണ്, 2 ഇൻറ്റു 4 ആണ് നമുക്ക് 8 എന്ന് കിട്ടുന്നത്. ഇവിടെയോ 8 ഇൻറ്റു 3 ആണ് 24 എന്ന് കിട്ടുന്നത്. അപ്പോൾ 2 ഇൻറ്റു 12 അല്ലേ 24. എന്ന് വെച്ചാൽ ഈ 2 ഈ 24-നെ ഡിവൈഡ് ചെയ്യുമല്ലോ. ദാറ്റ് മീൻസ് 2 ഡിവൈഡ്സ് 24. അപ്പോൾ ആ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ബി സി എടുക്കുകയാണ്. എ ബിക്ക് ഒരു റിലേഷൻ ഉണ്ട്, ബി സിക്ക് ഒരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻ ഉള്ളതെന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെയും പറയുന്നത്. ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ n m-നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡി ആരെ ഡിവൈഡ് ചെയ്യണം? ഈ പറഞ്ഞ m-നെ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് m ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് d എന്ന് കിട്ടി. എന്ന് വെച്ചാൽ m-നെ സം d ഇൻറ്റു സം s ഫോമിലോട്ട് നമുക്ക് മാറ്റാം. എന്ന് വെച്ചാൽ d ഡിവൈഡ്സ് എന്താണ്? m ആണെന്ന് നമുക്ക് പറയാം. അടുത്ത് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. d n-നെ ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ d m-നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ d അവയുടെ ലീനിയർ കോമ്പിനേഷനായ സം an പ്ലസ് bm-നെ ഡിവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. d ഡിവൈഡ്സ് n എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? n എന്ന് വെച്ചാൽ സം ഡിയുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ n ഈക്വൽ ടു സം d ഇൻറ്റു ക്യൂ ഫോമിലാണ്, അല്ലെങ്കിൽ ഫോർ ഇവിടെ a1 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ a1 എന്ന് തന്നെ എടുക്കാം. അവൻ സം a1 ഫോമിലായിരിക്കും. അതുപോലെ തന്നെ d ഡിവൈഡ്സ് m എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? d ഡിവൈഡ്സ് m എന്ന് പറയുന്നത് ഡിയുടെ മൾട്ടിപ്പിൾ സം d ഇൻറ്റു ഞാൻ a2 എന്ന് എടുത്തു. a2 വേണ്ട, ഇവിടെ b1 മതി. മറ്റടുത്ത് a1 എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ എന്തെന്നെടുത്തു? b1 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ an പ്ലസ് ബി എമ്മിനെ എങ്ങനെ എഴുതാം? an പ്ലസ് ബി എമ്മിനെ ഒരു a ഇൻറ്റു n എന്നല്ലേ എഴുതിയിരിക്കുന്നത്. n-ൻ്റെ വാല്യൂ കൂടെ നമുക്കറിയാം. ഒരു da1 അല്ലെങ്കിൽ a1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഫോമിലാണ്. ഞാൻ അവനെ a1 d എന്ന് എഴുതി. പ്ലസ് b ഇൻറ്റു m എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇവിടെ ആരാ? സം d ഇൻറ്റു b1 അഥവാ b1 d എന്ന് ഞാൻ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ a1 പ്ലസ് b1 എന്ന് വരും. ആ ഡിയെ കോമൺ ആയിട്ട് പുറത്ത് നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? an പ്ലസ് ബി എം എന്നല്ലേ തുടങ്ങിയത്. അതിപ്പോൾ നമുക്ക് എന്തെന്നാണ് കിട്ടിയിരിക്കുന്നത്? ഡി ഇൻറ്റു ഒരു ആളായിട്ട് അല്ലെങ്കിൽ ഡി ഇൻറ്റു ഒരു നമ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സംഖ്യയെ ഡിയുടെ മൾട്ടിപ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റി നമുക്ക് പറയാം ഡി ആരെ ഡിവൈഡ് ചെയ്യുന്നു? ആ സംഖ്യയെ ഡിവൈഡ് ചെയ്ത്. ദാറ്റ് മീൻസ് an പ്ലസ് ബി എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു ഈ an പ്ലസ് ബി എം എന്ന് വെച്ചാൽ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സം എക്സാമ്പിളിലൂടെ കുറച്ച് നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അതിനുവേണ്ടി d ഫോർ എക്സാമ്പിൾ 2
2 divides 6 and 2 divides some 8 എന്ന് വിചാരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി അനുസരിച്ച് 2 എന്തിനേയും കൂടി ഡിവൈഡ് ചെയ്യണം, സം 6a പ്ലസ് 8b ഡിവൈഡ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 divides 6 ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ 6 എന്ന് വെച്ചാൽ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അതുപോലെ 2 divides 8 എന്ന് വെച്ചാൽ 8 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം. അപ്പോൾ ഈ 6a പ്ലസ് 8b എന്ന് പറയുന്ന 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് പറയാമല്ലോ. അതിനുവേണ്ടി ഞാൻ എക്ക് 1ഉം ബിക്കും 1 എന്ന് പറഞ്ഞ വാല്യൂ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തെന്ന് വരും ഇവിടെ, 2 divides 6 into 1 that means 6 plus 8 into 1 8 എന്ന് വെച്ചാൽ 2 divides 14 എന്ന് കിട്ടും. അത് ശരിയാണോ? എന്ന് വെച്ചാൽ 14 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? ആണല്ലോ. അപ്പോൾ ബി ഈക്വൽ ടു 1നും എ ഈക്വൽ ടു 1നും അവൻ ഓക്കെ ആയി. അതുപോലെ എക്കും ബിക്കും വേറെ വിലകളെടുത്ത് കൊടുക്കുമ്പോഴും ഇതേ കൺസെപ്റ്റ് ഓക്കെ ആണോ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ എക്ക് 2ഉം ബിക്ക് 1 തന്നെ വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് 2 divides 6 into 2 plus 8 into 1 എന്ന് വരും. എന്ന് വെച്ചാൽ 2 divides 12 plus 8 20 എന്ന് വരും. നമുക്കിതിൽ നിന്ന് പറയാം 20 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പറയാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ എക്കും ബിക്കും നമ്മൾ ഏത് വില കൊടുക്കുകയാണെങ്കിലും നമുക്ക് പറയാം അത് ഈ 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്നത് ഈ 6a പ്ലസ് 8bയുടെ ഒരു ഡിവൈസർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ നോക്കിയാവണം. അപ്പോൾ ഒരു ഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഖ്യ ഉണ്ട്, അത് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എമ്മിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ എന്നിൻ്റെയും എമ്മിൻ്റെയും ലീനിയർ കോമ്പിനേഷനെയും അവൻ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുമെന്നതാണ് ഇവിടെ നിന്നുള്ള കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് കൺസെപ്റ്റാണ്. ഇപ്പോൾ ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ എ ഡി ഡിവൈഡ്സ് എ എൻ എന്നാണ്. ഓക്കെ, ഡി ഡിവൈഡ്സ് എൻ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എന്താ, എൻ എന്ന് പറയുന്നത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നാണ് പറയുന്നത്. സം ഡി ഇൻറ്റു ഞാൻ എന്തെന്നെടുത്തു, ക്യൂ എന്നെടുത്തു. അപ്പോൾ എൻ ഈക്വൽ ടു ഡി ഇൻറ്റു ക്യൂ ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഞാൻ ഓരോ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ എൻ ഈക്വൽ ടു എന്തെന്ന് വരും, എ ഡി ക്യൂ എന്ന് പറയുന്ന ഫോമിലോട്ട് വരുമോ. ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുമ്പം എ എൻ ഈക്വൽ ടു സം ഡി ഇൻറ്റു എ ക്യൂ അല്ലെങ്കിൽ എ ഡി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന ഫോമിലോട്ട് വരും അല്ലേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്, എ എൻ എന്ന് പറയുന്നത് എ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നാണ് അല്ലേ. ദാറ്റ് മീൻസ് എ ഡി ആരെ ഡിവൈഡ് ചെയ്യും, എ എന്നിനെ ഡിവൈഡ് ചെയ്യുമെന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഡി ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്താൽ സം എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആ സംഖ്യയെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ അവൻ ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2 divides 8 എന്ന് വെച്ചാൽ എന്താണ്, 8 എന്ന് വെച്ചാൽ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സം 3 into 2 divides 3 into 8 ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ നോക്കാം. എന്താ 3 into 2 6, 6 divides 3 into 8 24 ആണോ. 24 എന്ന് പറയുന്നത് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ, ആണല്ലോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും നമുക്ക് പറയാം. എന്താണ്, ഡി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ എ ഡി ഡിവൈഡ്സ് എന്താണ്, എ എൻ ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം 3 divides 9 എന്നാണെങ്കിൽ 3 into 4 divides 9 into 4 ആയിരിക്കുമോ. എന്നുവെച്ചാൽ 12 divides 36. ദാറ്റ് മീൻസ് 36 എന്ന് പറയുന്നത് 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് സാറ്റിസ്ഫൈ ആകുന്നതെന്ന് ഞാൻ അവിടെ കാണിച്ചു തന്നു. അടുത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എ ഡി ഡിവൈഡ്സ് എ എൻ എന്ന് വെച്ചാൽ എ എൻ എന്ന് പറയുന്നത് സം എ ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. സം
ഞാൻ ഇങ്ങനെ എഴുതാം എ ഡി ഇൻറ്റു സം ബി എന്ന് പറഞ്ഞ ഫോമിലോട്ട് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഞാൻ ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ എ എൻ ബൈ എ ഇസ് ഈക്വൽ ടു എ ഡി ബി ബൈ എന്തെന്ന് കിട്ടും, എ എന്ന് കിട്ടും. അപ്പോൾ എയും എയും ക്യാൻസലേഷൻ ലാ വെച്ച് ക്യാൻസലായി പോയിട്ട് എൻ ഈക്വൽ ടു സം ഡി ഇൻറ്റു ബി ഫോമിലോട്ട് വരും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എൻ എന്ന് പറയുന്നത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ എന്നല്ലേ പറയുന്നത്, എന്ന് വെച്ചാൽ ഡി ഡിവൈഡ്സ് എന്തെന്ന് പറയാം, എൻ എന്ന് പറയാം. ഈ ഒരു കൺസെപ്റ്റാണ് ക്യാൻസലേഷൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 9 ഡിവൈഡ്സ് 27 എന്ന് വിചാരിക്കാം. 9 27നെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 9 എനിക്ക് എങ്ങനെ എഴുതാം, സം 3 ഇൻറ്റു 3 എന്ന് എഴുതാമല്ലോ. അതുപോലെ 27 എനിക്ക് 3 ഇൻറ്റു എന്തെന്ന് എഴുതാം, 9 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്യാൻസലേഷൻ ലോ വെച്ച് നമുക്ക് ഈ 3യും 3യും ക്യാൻസലായിട്ട് 3 ഡിവൈഡ്സ് 9 എന്ന് പറയാൻ പറ്റുമോ? 9 ഡിവൈഡ്സ് 27 എന്ന് വെച്ചാൽ 27 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, എന്താ 3 ഡിവൈഡ്സ് ഞാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 9 എന്ന് പറയുന്നത് എന്തിൻ്റെ, 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു 3 ആണ്. വേറെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4 ഡിവൈഡ്സ് 16 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 4നെ സം 2 ഇൻറ്റു 2 എന്നും എഴുതാം. അതുപോലെ 16 എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 8 എന്ന് എഴുതാം. ക്യാൻസലേഷൻ ലോ വെച്ച് ഈ രണ്ട് 2ഉം പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ഡിവൈഡ്സ് 8 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 8 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ആണല്ലോ, അതനുസരിച്ച് ഈ ക്യാൻസലേഷൻ ലോ വെരിഫൈ ആയില്ലേ. ഇവിടെ 16 ഡിവൈഡ്സ് 4 എന്ന് വെച്ചാൽ 16 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. അതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ സം 2 ഇൻറ്റു 2 ദാറ്റ് മീൻസ് എ ഇൻറ്റു ഡി ഫോമിലോട്ട് അവൻ വരുന്നു. ഡിവൈഡഡ് ബൈ എവൻ എന്ത് ഫോമിലോട്ട് വരുന്നു, 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് സം എ ഇൻറ്റു എന്ത് 8 എന്ന് പറഞ്ഞ ഫോമിലോട്ട് വരുന്നു. അപ്പോൾ രണ്ട് സൈഡിലെ എ വാല്യൂസ് ആയ 2 ക്യാൻസലായി പോകുമ്പോൾ 2 ഡിവൈഡ്സ് 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ക്യാൻസലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയാണ് 1 ഡിവൈഡ്സ് എവരി ഇൻറ്റിജർ. 1 എന്ന് പറയുന്ന സംഖ്യ എല്ലാ ഇൻറ്റിജേഴ്സിനും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 1 ഡിവൈഡ്സ് n എന്ന് അർത്ഥമാക്കുന്ന എന്താ, n എന്ന് പറയുന്നത് 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നല്ലേ. ഫോർ എക്സാമ്പിൾ 1 ഡിവൈഡ്സ് 5 എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്ന എന്തായിരിക്കും, 5 എന്ന് പറയുന്നത് 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 1 ഡിവൈഡ്സ് 27 എന്ന് വെച്ചാലോ, 27 എന്ന് പറയുന്നത് 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്ത് പറയാം, ഇനി ഏതൊരു ഇൻറ്റിജർ നമ്മൾ എടുത്താലും 1 ആ ഇൻറ്റിജറിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അതാണ് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എവരി ഇൻറ്റിജർ ഡിവൈഡ്സ് 0. ഏതൊരു ഇൻറ്റിജറും 0യെ ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ n ഡിവൈഡ്സ് 0 എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എന്താ, 0യെ n-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. 0യെ n-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ 5 ഡിവൈഡ് 0 എന്ന് വെച്ചാൽ എന്താ, 0യെ 5 ഇൻറ്റു എന്ത് ഫോമിൽ എഴുതാം, നമുക്ക് 0 എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാം. അതുപോലെ തന്നെ 6 എടുത്താൽ 6 ഡിവൈഡ് 0 മീൻസ് 0യെ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്കെന്ത് പറയാം, എവരി ഇൻറ്റിജർ ഡിവൈഡ്സ് 0. ഏതൊരു ഇൻറ്റിജറും 0 എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അടുത്തൊരു കൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ, അടുത്തൊരു പ്രോപ്പർട്ടിയിലോട്ട് പോകുമ്പോൾ 0 ഡിവൈഡ്സ് ഓൺലി 0. 0 ആർക്ക് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 0യെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ദെൻ 0 ഡിവൈഡ്സ് n മീൻസ് n-ൻ്റെ വില എന്തായേ പറ്റുള്ളൂ, 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ 0 ഡിവൈഡ് 5 എന്ന് വെച്ചാൽ 5ൻ്റെ വില അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് n-ൻ്റെ വില എന്താക്കുക, 0 ആക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ലാസ്റ്റത്തത് കമ്പാരിസൺ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിലോട്ട് പോകുമ്പോഴേക്കും ഇഫ് d ഡിവൈഡ്സ് n, നമുക്കറിയാം d ഡിവൈഡ്സ് n എന്ന് വെച്ചാൽ n എന്ന് പറയുന്നത് സം ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, സം a ഇൻറ്റു ഡി എന്ന് ഞാൻ എടുത്തു. ആൻഡ് n നോട്ട് ഈക്വൽ ടു 0, n-ൻ്റെ വില 0 അല്ലെങ്കിൽ ഈ ഡിയുടെ വില മോഡുലസ് ഓഫ് ഡി എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. n ഈക്വൽ ടു AD ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് നമുക്ക് പറയാം
മോഡുലസ് ഓഫ് ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എന്തായിരിക്കും എൻ എന്ന് പറയുന്നു. അടുത്ത പ്രോപ്പർട്ടി, ഇപ്പോൾ ഡി ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് ഡി. ഡി എന്ന് പറഞ്ഞൊരു അത് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്നത് ഡിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ഇപ്പോൾ എൻ ഡിവൈഡ്സ് ഡി എന്ന് വെച്ചാലോ ഡി എന്ന് പറയുന്നത് എന്നിൻ്റെ സം മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാടെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് ഇപ്പോൾ എൻ ഈക്വൽ ടു ഡി എ എന്നും അല്ലെങ്കിൽ എ ഡി എന്നും മറ്റത് ഡി ഈക്വൽ ടു എൻ ബി എന്നും കിട്ടുകയാണ്. അപ്പോഴേ നമുക്കിവിടെ എൻ ഈക്വൽ ടു എ ഡി ആണെന്നറിയാം. അതിൽ ഡിയുടെ വില നമുക്ക് എന്തെന്നറിയാം, എൻ ബി ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഡിക്ക് പകരം ഞാൻ എന്തെന്ന് കൊടുക്കുകയാണ്, എൻ ഇൻറ്റു ബി എന്ന് കൊടുത്തു. അപ്പോൾ ഈ എൻ ഇപ്പുറം വന്നാൽ എന്തെന്നാവൂടെ, എന്നിൻ്റെ ഇപ്പുറത്തോട്ട് ഈ എ എൻ ബിയെ കൊണ്ടുവന്നാൽ എൻ മൈനസ് എ എൻ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. രണ്ടിടത്ത് n കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പുറത്തെടുത്താലേ ഇവിടെ ബാലൻസ് ഒന്നേ ഉള്ളൂ. ബാക്കി ഇവിടെ ഏതൊക്കെ സംഖ്യകളാണ് ഉള്ളത്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 0. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്തായേ പറ്റുള്ളൂ, 0 ആണ്. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ n 0 അല്ലെങ്കിലോ 1 മൈനസ് എ ബിയുടെ വില 0 എന്ന് വെച്ചാൽ മൈനസ് എ ബി അപ്പുറം പോകുമ്പോൾ എ ബിയുടെ വില എന്തെന്ന് കിട്ടും, 1 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് 1. അങ്ങനെ ആവണമെങ്കിൽ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഒന്നെങ്കിൽ എയുടെയും ബിയുടെയും വില 1 ആകണം, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും വില -1 ആകണം. എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്ന എത്രയേ ഉള്ളൂ, മോഡുലസ് ഓഫ് എന്നും മോഡുലസ് ഓഫ് ഡിയും എന്തായേ പറ്റുള്ളൂ, സെയിം ആയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡി എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ ഞാൻ എടുത്തു, എൻ എന്ന് പറഞ്ഞ മറ്റൊരു ഇൻറ്റിജർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുകയും എൻ ഡിയെ ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ആ പറഞ്ഞിരിക്കുന്ന എന്നിൻ്റെയും ഡിയുടെയും മോഡുലസ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ്സ് 2, അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് തിരിച്ച് 2 ഡിവൈഡ്സ് 2 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടും ഈക്വലായ കേസേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. ഡി ഡിവൈഡ്സ് എൻ ആണെന്ന് ചിന്തിക്കുക. ഡി എന്നിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ്, മാത്രമല്ല ഡിയുടെ വില 0 അല്ല എന്നും കൂടി ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എന്തിനെ ഡിവൈഡ് ചെയ്യും, എന്നിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത്. അവിടെ ഈ എൻ ഡിവൈഡഡ് ബൈ ഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവൈസർ കോൺജുഗേറ്റ്. ആ ഡിയുടെ ഡിവൈസർ കോൺജുഗേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിയുടെ ഡിവൈസർ കോൺജുഗേറ്റ് ആരെ ഡിവൈഡ് ചെയ്യും, അത് എന്നെ ഡിവൈഡ് ചെയ്യും എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ്സ് 8, 2 എന്ന് പറയുന്ന 8നെ ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറയണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ 8നെ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കെ. ഇവിടെ എൻ്റെ വില നമുക്കറിയാം 8ഉം ഡിയുടെ വിലയാണ് 2 എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ എൻ ഡിവൈഡഡ് ബൈ ഡി എത്രയായിരിക്കും, 8/2 4 എന്ന് കിട്ടും അല്ലേ. 8/2 4. അതെടുത്ത് കൊടുക്കുമ്പോഴേക്കും ആ 4 എന്ന് പറയുന്ന സംഖ്യ എന്നിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 4 ഡിവൈഡ്സ് ഇവിടുത്തെ എന്നായ 8നെ ഡിവൈഡ് ചെയ്യുമോ നോക്കാം. എന്ന് വെച്ചാൽ 8 എന്ന് പറയുന്ന ഒരു 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റിയാൽ പോരെ, പറ്റിയല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഈ 4 8നെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 3 ഡിവൈഡ്സ് 27 എന്ന് വെച്ചാൽ 27 എന്ന് വെച്ചാൽ 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൻ വില 27ഉം ഡിയുടെ വില 3ഉം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് കാണണം. എന്ന് വെച്ചാൽ അവൻ്റെ ഡിവൈസർ കോൺജുഗേറ്റ് നമുക്ക് കാണണം. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, 27/3 ഈസ് ഈക്വൽ ടു 9. ആ കിട്ടിയ 9 ദാറ്റ് മീൻസ് എൻ ബൈ ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ 9 ഡിവൈഡ്സ് 27 ആണോ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ 27 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ പോരെ, ആണല്ലോ.
അപ്പോൾ 9 ഇൻറ്റു 3 എന്ന് കിട്ടി. അപ്പോഴേക്കും നമുക്ക് കിട്ടി 9 ഡിവൈഡ്സ് എന്ത് 27 എന്ന് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണോ? ഡി എന്നിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഡിവൈസർ കോഞ്ചുഗേറ്റും എന്തിനെ ഡിവൈഡ് ചെയ്യും? എന്നിനെ ഡിവൈഡ് ചെയ്യും. ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡി എന്ന് പറഞ്ഞ സംഖ്യയുടെ ഡിവൈസർ കോഞ്ചുഗേറ്റ് എന്തെന്ന് ചോദിച്ചാൽ എൻ ഡിവൈഡഡ് ബൈ ഡി ആണ് അവൻ്റെ ഡിവൈസർ കോഞ്ചുഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? നമുക്ക് ആ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി അടുത്ത് കോമൺ ഡിവൈസർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ആ വാക്കി തന്നെ ഉണ്ട് കോമൺ ഡിവൈസർ എന്നാണ്. അപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ 1-2 സംഖ്യകളെ കുറിച്ചായിരിക്കും നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഡി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യുന്ന ഒരു എലമെൻ്റ് തന്നെയാണ് ഡിയും. അതുപോലെ തന്നെ ബിയെ ഡിവൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്തെന്ന് വിചാരിക്കുക? ഡി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഡി ഡിവൈഡ്സ് 2 ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, ദെൻ ഡി ഈസ് കോൾഡ് ദ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ 2 എലമെൻറ്റ്സ് എയും ബിയും എടുക്കുകയാണെങ്കിൽ എയെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ബിയെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡി ആണ് ഇവരുടെ രണ്ടുപേരുടെ എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ്സ് 8ഉം 2 ഡിവൈഡ്സ് 6ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 8ൻ്റെയും 6ൻ്റെയും കോമൺ ഡിവൈസറാണ് ആരും നമുക്ക് പറയാം 2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ഡിവൈഡ്സ് 10. 2 ഡിവൈഡ്സ് 10 എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? 10 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. എന്താ 2 ഡിവൈഡ് 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 16 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസറാണ് ആര്? 2 എന്ന് പറയുന്ന എലമെൻ്റ്. അപ്പോൾ നമുക്ക് പറയാം then we say that 2 is the common divisor of 10 and 16 എന്ന് നമുക്ക് പറയാം. അടുത്തപോലെ പറയാണ് 1 എന്ന് പറയുന്നത് കോമൺ ഡിവൈസർ ഓഫ് എവരി പെയർ ഓഫ് ഇൻറ്റിജർ എ ആൻഡ് ബി. ഇപ്പോൾ എയും ബിയും ഏതൊരു ഇൻറ്റിജേഴ്സ് നമ്മൾ എടുത്താലും 1 എന്ന് പറയുന്ന സംഖ്യ അവൻ്റെ തന്നെ രണ്ടുപേരുടെ കോമൺ ഡിവൈസർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 ഡിവൈഡ്സ് ഫോർ എക്സാമ്പിൾ 100 എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 1 ഡിവൈഡ്സ് 50. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ 50യുടെയും എന്ത് കോമൺ ഡിവൈസറാണ് ആര്? 1. ഇനിയിപ്പോൾ 100 50നും വരെ നമ്മൾ ഇനി ഏത് സംഖ്യകൾ തന്നെ എടുത്തു കഴിയും നമുക്ക് എന്തെന്ന് പറയാം? ആ 1 എന്ന് പറയുന്നത് അവരുടെയൊക്കെ എന്താണ്? കോമൺ ഡിവൈസർ ആണെന്ന് നമുക്ക് പറയാം. ഫോർ എനി ഇൻറ്റിജേഴ്സ്, എനി 2 ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, there is a common divisor d of a and b, then d equal to ax plus by, comma x and y integers. Moreover, every common divisor of a and b divides this d. എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും 2 ഇൻറ്റിജേഴ്സ് എയും ബി എടുക്കുകയാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ കോമൺ ഡിവൈസറാണ് ഞാൻ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിയെ അവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡി ഡിവൈഡ്സ് എയും ഡി ഡിവൈഡ്സ് ബിയും ആണ്. ഡി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡി എയും ഡിവൈഡ് ചെയ്തു ഡി ബിയെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന എയുടെയും ബിയുടെയും ഒരു കോമൺ ഡിവൈസറാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡിയെ നമുക്ക് ഏതെങ്കിലും ഇൻറ്റിജേഴ്സ് എക്സിൻ്റെയും വൈൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ്സ് 10ഉം ആൻഡ് 2 ഡിവൈഡ്സ് 6ഉം ആണെങ്കിൽ നമുക്ക് 2നെ എ എന്ന് വെച്ചാൽ ഇവിടെ 10 അല്ല, അപ്പോൾ 10x പ്ലസ് 6y ഫോമിൽ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സിനും വൈക്കും നമുക്ക് വാല്യൂസ് ഒക്കെ കൊടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ രീതിയിൽ നമുക്കവനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയും ബിയും 2 ഇൻറ്റിജേഴ്സ് അവൻ്റെ ഒരു കോമൺ ഡിവൈസറാണ് ഡി എങ്കിൽ എൻ്റെയും ബിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ കോമൺ ഡിവൈസർ കിട്ടി. നമുക്ക് എന്താണ് കോമൺ ഡിവൈസർ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ഡിവൈസറിനുള്ള കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ എയും ബിയും 2 ഇൻറ്റിജേഴ്സ് ഞാൻ നേരത്തെ പോലെ എടുക്കുകയാണ്. അപ്പോൾ ആ ഇൻറ്റിജേഴ്സിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും, 2നെ ഡിവൈഡ് ചെയ്യുന്ന 1 and only നമ്പർ ഉണ്ടായിരിക്കും. അവനെയാണ് ഞാൻ ഡി ആയിട്ട് എടുത്താൽ
എപ്പോഴും ആ ഡി വാല്യൂ എന്ന് പറയുന്നത് 0 അതിനെക്കാട്ടിയും വലുതുമായിരിക്കണം. ദാറ്റ് മീൻസ് ആ ഡി ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല, നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഡി എയെയും ഡിവൈഡ് ചെയ്യുകയാണ്, ഡി ബിയെയും ഡിവൈഡ് ചെയ്യുക. ആ എടുക്കുന്ന ഡി എയെയും ഡിവൈഡ് ചെയ്യണം, ബിയെയും ഡിവൈഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞു എയെയും ഡിവൈഡ് ചെയ്ത് ബിയെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ കോമൺ ഡിവൈസർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഇ ഡിവൈഡ്സ് എ ആൻഡ് ഇ ഡിവൈഡ്സ് ബി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും കോമൺ ഡിവൈസേഴ്സ് വരുമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ എക്കും ബിക്കും വേറെ ഏതെങ്കിലുമൊക്കെ കോമൺ ഡിവൈസേഴ്സ് വന്നാലും അത് എന്തിനെ ഡിവൈഡ് ചെയ്യണം? ഡിയെ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു നോട്ട്. ഓക്കെ, അപ്പോൾ ഗിവൻ 2 integers a and b, there is a one and only one number d with the following property. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡി വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഡി ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. 2, ഡി എയെയും ഡിവൈഡ് ചെയ്യുന്നു, ഡി ബിയെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് പറയാം ഡി ആണ് അവൻ്റെ കോമൺ ഡിവൈസർ എന്ന് പറയാം. ഇപ്പോൾ ഇ ഡിവൈഡ്സ് എ ആൻഡ് ഇ ഡിവൈഡ്സ് ബി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇ ഡിവൈഡ്സ് എ ഇ ഡിവൈഡ്സ് ബിയും ആണെങ്കിൽ എ ഡിവൈഡ്സ് ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എത്രയേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന എക്കും ബിക്കും വേറെയും കോമൺ ഡിവൈസേഴ്സ് ഉണ്ടായിരിക്കും. ആ ഡിവൈസർ എന്തിനെ ഡിവൈഡ് ചെയ്യണം? ഡിയെ ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഒരു കൺസെപ്റ്റിലോട്ടാണ് എത്തുന്നത്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നമ്മൾ തൊട്ടു മുന്നേ കോമൺ ഡിവൈസർ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? ഇപ്പോൾ എയും ബിയും 2 എലമെൻ്റ് എടുക്കുകയാണ്, ഡി വേറൊരു ഇൻഡിജർ എടുത്തിട്ട് ഡി എയും ഡിവൈഡ് ചെയ്തു, ഡി ബിയെയും ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഡി ആണ് എയുടെയും ബിയുടെയും കോമൺ ഡിവൈസർ ആണെന്ന് തൊട്ടു മുന്നേ പറഞ്ഞു. ഇനി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫോർ എനി ഇൻഡിജേഴ്സ് എ ആൻഡ് ബി, എയും ബിയും ഏതെങ്കിലും 2 ഇൻഡിജേഴ്സ് എടുക്കുകയാണ്. ഇഫ് ദർ ഈസ് ആൻ ഇൻഡിജർ d such that d divides a and d divides b, അവിടെ ഒരു ഇൻറ്റിജർ ഉണ്ട്, d എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ ഉണ്ട്, അവൻ എയും ഡിവൈഡ് ചെയ്യുകയാണ്, അവൻ ബിയെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് എവരി കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി, മാത്രമല്ല എയുടെയും ബിയുടെയും ബാക്കി വരുന്ന എല്ലാ കോമൺ ഡിവൈസറിനെ ആ ഡി എന്ത് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ദെൻ ഡി ഈസ് കാൾഡ് ദി GCD ഓഫ് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിയെ എന്തെന്ന് വിളിക്കാം? ആ എയുടെയും ബിയുടെയും GCD ആണെന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ കോമ ബി എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഡി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അവൻ എയും ഡിവൈഡ് ചെയ്യുന്നു, അവൻ എന്തിനേയും ഡിവൈഡ് ചെയ്യുന്നു? ബിയെയും ഡിവൈഡ് ചെയ്യുന്നു. മാത്രമല്ല ആ ഡിയെ ഈ പറഞ്ഞിരിക്കുന്ന എയുടെയും ബിയുടെയും മറ്റു കോമൺ ഡിവൈസർ എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഡിയെ എന്തെന്ന് വിളിക്കാം? അവൻ്റെ GCD അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് വിളിക്കാം. നമ്മൾ 2 സംഖ്യകളുടെ GCD കാണാൻ വേണ്ടി എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. ഫൈൻഡ് ദ GCD ഓഫ് 2 numbers എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കുക. നമുക്ക് 2 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2 ഇൻറ്റിജേഴ്സ് ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞ ഇൻറ്റിജർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് ആൻ ഇൻറ്റിജർ ഡി, അവിടെ ഒരു ഡി എന്ന് പറഞ്ഞ ഇൻറ്റിജർ ഉണ്ടായിരിക്കും. എയും ഡിവൈഡ് ചെയ്യും, ബിയെയും ഡിവൈഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇൻറ്റിജർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഇൻറ്റിജറിനെ ആ എയുടെയും ബിയുടെയും മറ്റു കോമൺ ഡിവൈസർ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ അത്തരത്തിലുള്ള ഡിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ എയുടെയും ബിയുടെയും GCD അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് GCD ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? നമ്മൾ GCD എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് പഠിച്ചത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എക്കും ബിയുടെ ഒരു കോമൺ ഡിവൈസറാണ്. അത് എയുടെയും ബിയുടെയും മറ്റ് കോമൺ ഡിവൈസസ് എല്ലാം ആ ഡി എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ ആ ഡി ആണ് അവൻ്റെ എന്തെന്ന് പറയുന്നത് GCD എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു GCD എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ കോമ ബി എന്ന് വെച്ച് ഡി എന്ന് ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ 2 സംഖ്യകൾ ഞാൻ എടുക്കുകയാണ്, ആ സംഖ്യകളുടെ GCD നമുക്ക് 1 ആയാൽ എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന സംഖ്യകളുടെ GCD എന്താകണമെങ്കിൽ 1 ആകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത്. ഇഫ് GCD ഓഫ് എ കോമ ബി ഈക്വൽ ടു 1, ദെൻ എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി റിലേറ്റീവ്ലി പ്രൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ 2 സംഖ്യകൾ, ഫോർ എക്സാമ്പിൾ 2 3. അപ്പോൾ
ഈ 2ഉം 3ൻ്റെയും GCD എന്ന് ഉദ്ദേശിക്കുന്നത് 2നെയും 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്നല്ലേ. അപ്പോൾ 2നെയും 3നെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സംഖ്യ ഉള്ള ഏതാ? 1. അങ്ങനെയാണെങ്കിൽ ആ 1 ആയിരിക്കും അവൻ്റെ എന്തെന്ന് പറയുന്നത്? GCD എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2ഉം 3ഉം എന്ന് പറയുന്നത് നമുക്ക് പറയാം റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോപ്രൈം എന്നൊരു വാക്കും കൂടി ഉണ്ട്. റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോപ്രൈം എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ 2 സംഖ്യകളുടെ GCD എപ്പോഴൊക്കെ 1 ആവോ എങ്കിൽ നമുക്ക് ആ 2 സംഖ്യകളെ എപ്പോഴും എന്തെന്ന് പറയാം? ദേ ആർ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാം, അല്ലെങ്കിൽ കോപ്രൈം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ GCD കാണാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. GCD ഓഫ് 12 and 33 കാണാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 2-3 കോളമായിട്ട് നമുക്ക് എങ്ങനെയാണ് GCD കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ 12ഉം 33 ഈ 2 സംഖ്യകളുടെ GCD ആണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം അവരുടെ ഡിവൈസസ് ഏതൊക്കെയെന്ന് കണ്ടത്. 12ൻ്റെ ഡിവൈസസ് എന്താ? ഒരു സംഖ്യയുടെ ഡിവൈസർ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ സംഖ്യയെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ആ സംഖ്യകളൊക്കെ ആയിരിക്കും അവൻ്റെ എന്തെന്ന് പറയുന്നത്? ഡിവൈസർ കൊണ്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴേക്കും 12 എന്ന് പറയുന്ന സംഖ്യയെ 1 എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് 12ൻ്റെ എന്തെന്ന് പറയാം? ഒരു ഡിവൈസർ ആണെന്ന് പറയാം. അതുപോലെ 2 എന്ന് പറയുന്ന സംഖ്യ, ഈ 2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് എനിക്ക് 12നെ ഹരിക്കാൻ പറ്റൂലേ? പറ്റുമല്ലോ. അപ്പോൾ 2 എന്ന് പറയുന്നതും ഈ പറഞ്ഞിരിക്കുന്നവൻ്റെ ഈ 12ൻ്റെ എന്താണ്? ഒരു ഡിവൈസർ ആയിരിക്കും. 3 എന്ന് പറയുന്ന സംഖ്യ ഈ 12ൻ്റെ ഒരു മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് 12നെ എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ 12നെ 3 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുക. ആ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. 3 കൊണ്ട് ഈ 12നെ എനിക്ക് ഹരിക്കാൻ പറ്റുമല്ലോ എങ്കിൽ 3 എന്ന് പറയുന്നത് ഈ 12ൻ്റെ എന്ത് തന്നെയായിരിക്കും? ഒരു ഡിവൈസർ തന്നെയായിരിക്കും. 4 എന്ന് പറയുന്ന സംഖ്യ 12ൻ്റെ ഡിവൈസർ ആയിരിക്കുമോ? 12നെ 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റിയാൽ, നിശേഷം ഹരിക്കാൻ പറ്റിയാൽ നമുക്ക് പറയാം 4 എന്ന് പറയുന്നത് അവൻ്റെ എന്തെന്ന്? ഡിവൈസർ എന്ന് പറയാം. 12 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 4 എന്ന് പറയുന്നത് 12ൻ്റെ എന്ത് തന്നെയാണ്? ഒരു ഡിവൈസർ തന്നെയാണ്. 5 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എടുക്കാം. 5 കൊണ്ട് 12 നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കണം. 12 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം 2 വട്ടം 10 വന്നിട്ട് റിമൈൻഡർ എന്ത് വരും? 2 വരും അല്ലേ. അപ്പോൾ 2 റിമൈൻഡർ വന്നു. അപ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന സംഖ്യ എന്തല്ല? 12ൻ്റെ ഒരു ഡിവൈസർ അല്ല. അപ്പോൾ 6 എന്ന് പറയുന്ന സംഖ്യ 12ൻ്റെ ഡിവൈസർ ആയിരിക്കുമോ? നോക്കാം. 12നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നു നോക്കിയാൽ മതി. പറ്റുന്നുണ്ടല്ലേ, റിമൈൻഡർ 0 വന്നല്ലോ. അപ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ തന്നെയാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് 12ൻ്റെ എന്തായിരിക്കും? ഒരു ഡിവൈസർ ആയിരിക്കും. ഇനി 7 എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലോ? 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഒരിക്കലും എന്താവില്ല? 12 ആകത്തില്ല. അപ്പോൾ പിന്നെ അടുത്ത 8 എന്ന് പറഞ്ഞ സംഖ്യയിലോട്ട് പോകുമ്പോൾ 8 ആകത്തില്ലെന്ന് മനസ്സിലാവും. 9 ആകത്തില്ല. 9 എന്തായാലും 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 10 അല്ല, 11 അല്ല. പിന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരേ ഒരു സംഖ്യ ഉള്ളൂ, ഏത്? 12. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് പറയാം. ഏതൊരു സംഖ്യ എടുത്താലും 1ഉം അതേ സംഖ്യയും അവൻ്റെ തന്നെ ഡിവൈസർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ അതോ ഈ 2 സംഖ്യകളല്ലാതെ അഡീഷണൽ ഒരു 4 സംഖ്യകളും കൂടി ഇവൻ്റെ ഡിവൈസറായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 12ൻ്റെ ഡിവൈസറാണ് 1, 2, 3, 4, 6, 12 എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് ആരുടെയൊക്കെ ഡിവൈസറുകൾ കാണണം? 33ൻ്റെ ഡിവൈസേഴ്സ് കാണണം. ഓക്കെ, 33ൻ്റെ ഡിവൈസർ എപ്പോഴും ഞാൻ പറഞ്ഞു 1 എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ തന്നെ ഡിവൈസറാണ്. അപ്പോൾ 1 അവൻ്റെ ഡിവൈസറായി. 2 എന്ന് പറയുന്ന സംഖ്യ അവൻ്റെ ഡിവൈസർ ആവുമോ? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. തന്നിരിക്കുന്ന സംഖ്യ എന്ത് സംഖ്യ? ഒറ്റ സംഖ്യ, അഥവാ ഓഡ് നമ്പറാണ് അല്ലേ. 2 എന്ന് വെച്ചാൽ ഈവൻ ആണ്. അപ്പോൾ ഓഡ് സംഖ്യ എന്തായാലും ഈവൻ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ 2 വരത്തില്ലെന്ന് മനസ്സിലായി. 3 വരാം. 33ൻ്റെ മൾട്ടിപ്പിൾ ആണോ 3? ആണല്ലേ. അപ്പോൾ 33ൻ്റെ മൾട്ടിപ്പിൾ ആണ് 3. അപ്പോൾ 3 എന്ന് പറയുന്നത് അവൻ്റെ എന്താണ്? ഒരു എന്തെന്ന് കിട്ടും? ഡിവൈസർ ആണെന്ന് കിട്ടും. 4 33ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് വെച്ചാൽ 4ൻ്റെ ഒരു ഗുണിതമായിട്ട് 33ന് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 5 വരുമോ? 6 വരുമോ? അപ്പോൾ 4 വരൂല, 5 വരത്തില്ല, 6 വരത്തില്ല. പിന്നെ ഏത് വരും? 7ൻ്റെ മൾട്ടിപ്പിൾ വരൂല. 8ന് നോക്കുമ്പോൾ 3, 8, 4, 32 വരെ വരുന്നുള്ളൂ. അപ്പോൾ 8 വരത്തില്ല, 9 വരത്തില്ല,
10 വരുമോ? പിന്നെ ഏതായിരിക്കും ഇനി വരുന്നത്? 11 വരും അല്ലേ? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 33? 11, 22, 30, അപ്പോൾ 11 വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ ഇനി വരാനുള്ളൂ? 33 കൂടി മാത്രമേ വരാനുള്ളൂ. വേറെ ഒന്നും എന്തിൻ്റെ മൾട്ടിപ്പിൾ ആകത്തില്ല? 33ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഡിവൈസേഴ്സ് ആകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടി 33ൻ്റെ ഡിവൈസേഴ്സ് ആയിട്ട് 1, 3, 11, 33 എന്ന് പറഞ്ഞ് നമുക്ക് ഒരു 4 ഡിവൈസേഴ്സ് അവിടെയും കിട്ടി. ഇനി ഞാനൊരു കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞൊരു കാര്യം കൊടുക്കും. കോമൺ ഡിവൈസർ അത് നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ. ഈ 2 ഡിവൈസേഴ്സിലും കോമൺ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്ന ആളാണ് ഇവിടുത്തെ കോമൺ ഡിവൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആരൊക്കെയാണ് നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത്? ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 11 ഉണ്ട്, 33 ഉണ്ട്. ഈ 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന 2ൻ്റെയും എന്തായിരിക്കും? ഒരു കോമൺ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ കോളത്തിൽ എഴുതാം. 2 എന്ന് പറഞ്ഞ സംഖ്യ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 2 കോമൺ ഡിവൈസർ അല്ല എന്ന് മനസ്സിലായി. 3 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ ഉണ്ട്. അതേ 3 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 2ൻ്റെ ഒരു കോമൺ ഡിവൈസറാണ് ആര്? 3 എന്ന് കിട്ടും. അടുത്തോ 4 എന്ന് പറഞ്ഞ സംഖ്യ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇപ്പുറത്ത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ 4 അവൻ്റെ എന്തല്ല? കോമൺ ഡിവൈസർ അല്ല. 5 ഉണ്ടോ? ഇല്ല. 5 അല്ലേ? 6 ഉണ്ടോ? ഇല്ല. 12 ഇല്ല. ഇവിടെ കിടക്കുന്ന 11, 33 ഇല്ല. അപ്പോൾ നമ്മൾ ഈ 2 ഡിവൈസസിലും നോക്കിയിട്ട് 2ലും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസസ് ഇവിടെ എഴുതി. ഏതൊക്കെയെന്ന് കിട്ടിയപ്പോൾ 1 എന്നും 3 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ GCD എന്ന് പറയുന്നത് അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് ഈ കിട്ടിയ കോമൺ ഡിവൈസറുകളിൽ ഏറ്റവും വലുത്. ഇവിടെ 2 ഏറ്റവും വലുത് ആരാ? 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയുടെ GCD എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. എന്ന് വെച്ചാൽ GCD ഓഫ് 12ൻ്റെ 33ൻ്റെ GCD എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. നമുക്ക് നോക്കാം. ഓക്കെ ആണോ? GCD എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ഓക്കെ ആണോ? 2 സംഖ്യകൾ തന്നിരുന്നു. അപ്പോൾ ആ സംഖ്യകളുടെ GCD കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ സംഖ്യകളുടെ എന്ത് കണ്ടെത്തി? ഡിവൈസേഴ്സ് കണ്ടെത്തി. ആദ്യം 12ൻ്റെ ഡിവൈസറുകൾ കണ്ടെത്തി. ഏതൊക്കെയെന്ന് കിട്ടി? 1, 2, 3, 4, 6, 12 എന്ന് കിട്ടി. അതിനുശേഷം 33ൻ്റെ ഡിവൈസേഴ്സ് കണ്ടെത്തിയപ്പോൾ 1, 3, 11, 33 എനിക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ എടുക്കുന്ന കോളമാണ് കോമൺ ഡിവൈസർ. എന്ന് വെച്ചാൽ ഈ 2 ഡിവൈസറിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കോമൺ ഡിവൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സംഖ്യകൾ നോക്കുമ്പോൾ നമുക്ക് കോമൺ ഡിവൈസർ ആയിട്ട് 1, 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവനെ കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതി. ഈ കോമൺ ഡിവൈസറുകൾ തമ്മിൽ നോക്കുമ്പോൾ ഇതിലേതാണോ ഏറ്റവും വലിയ കോമൺ ഡിവൈസർ അവനാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? GCD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1, 3 ആയിരുന്നു കോമൺ ഡിവൈസർ. അപ്പോൾ ഇവിടെ 1, 3 ആയതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 3 ആയതുകൊണ്ട് നമ്മുടെ സംഖ്യയുടെ GCD എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. എഴുതിയിട്ടുണ്ട്. 12, 33 അവരുടെ ഡിവൈസർ 1, 2, 3, 4, 6, 12 മറ്റവൻ്റെത് 33. അപ്പോൾ 2ലും കോമൺ ആയിട്ട് വന്ന ഡിവൈസർ ഏതൊക്കെയാണ്? 1, 3 ആണ്. അതുകൊണ്ട് അവൻ്റെ GCD എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഇതൊക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 2 സംഖ്യകൾ നമ്മൾ നോക്കാം. 25ൻ്റെയും 150ൻ്റെയും കോമൺ ഡിവൈസറിനെ കുറിച്ച് നോക്കാം. GCD ഓഫ് 25 and 150. അപ്പോൾ ഇതിൻ്റെ GCD കാണാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? 2 കോളം വരച്ചിട്ട് ഒന്നാമത്തേൽ 25 എന്നും രണ്ടാമത്തേൽ ഞാൻ എത്രയെന്ന് എഴുതി? 150 എന്നും എഴുതി. ഡിവൈസർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 25ൻ്റെ ഡിവൈസർ ഏതൊക്കെയായിരിക്കും? ഞാൻ എപ്പോഴും പറഞ്ഞു 1 എന്ന് പറയുന്നത് ഏതൊരു സംഖ്യയുടെയും ഡിവൈസർ തന്നെയാണ്. അപ്പോൾ 1 ഉണ്ട്. 2 25ൻ്റെ ഡിവൈസർ ആവോ? ഇല്ലല്ലേ. കാര്യം 25നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 3 ആകുമോ? 3 ആകത്തില്ല. 4 ആവൂല. പിന്നെ ഏതേ ആകത്തുള്ളൂ? 5 ആകും അല്ലേ. 5 ആയാൽ പിന്നെ 10 ഡിവൈസർ ആണോ? അല്ല. 6 ആകൂല, 7 ആകൂല, 8 ആകൂല. പിന്നെ ഏതാകുന്നേ? 1ഉം 5ഉം കഴിഞ്ഞാൽ പിന്നെ ഏതും കൂടി ആകത്തുള്ളൂ? ആ സംഖ്യയും കൂടി ആകത്തുള്ളൂ. വേറൊന്നും അവൻ്റെ ഡിവൈസേഴ്സ് ആകത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി 25ൻ്റെ ഡിവൈസേഴ്സാണ് 1ഉം 5ഉം 25ഉം എന്നുള്ളത്. അടുത്തിൻ്റെ ഏതാണ്? 150 ആണുള്ളത് അല്ലേ. അപ്പോൾ 150ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയെന്ന് അറിയണം. ഞാൻ പറഞ്ഞു 1 എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ തന്നെ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ 1 വരും. 2 വരുമല്ലേ. 2 കൊണ്ട് നമുക്ക് 150നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 എന്ന് പറയുന്നവൻ്റെ എന്താണ്? ഡിവൈസറാണ്. 3 എന്ന് പറയുന്നത് 150നെ 3ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ട്
3ഉം അവൻ്റെ ഡിവൈസർ ആയിരിക്കും. അടുത്ത് 4 എന്ന് പറയുന്ന സംഖ്യ അവൻ്റെ ഡിവൈസറായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഏതാ ഉള്ളത്? 5 വരും അല്ലേ. 5 എന്ന് പറയുന്ന അവൻ്റെ ഡിവൈസർ ആയിരിക്കും. 5 കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം? 150 അല്ലേ കിടക്കുന്നത്. അപ്പോൾ അവൻ്റെ 10ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 10 വരും. അതുപോലെ തന്നെ 11 വരും, 12, 13. പിന്നെ ഏതാ വരുന്നത്? 15 അവൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. പിന്നെയോ 1ആയി, 2ആയി, 3ആയി, 5ആയി, 10ആയി, 15ആയി. 20ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. 20ൻ്റെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുമോ? 20 കഴിഞ്ഞാൽ 20 നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് മനസ്സിലായി. പിന്നെ 25 നോക്കാം. 25ൻ്റെ മൾട്ടിപ്പിളാണ്. 25 കഴിഞ്ഞാൽ പിന്നെ ആരുടെ മൾട്ടിപ്പിളാണ്? 50ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 50ൻ്റെ മൾട്ടിപ്പിളാണ്. പിന്നെ 150ൻ്റെ പകുതിയായിട്ടുള്ള സംഖ്യയായ 75ൻ്റെ മൾട്ടിപ്പിളാണ്. പിന്നെ ആരുടെ മൾട്ടിപ്പിളാണ്? 150ൻ്റെ മൾട്ടിപ്പിളാണ്. എന്ന് വെച്ചാൽ 150ൻ്റെ ഡിവൈസറായിട്ട് നമുക്ക് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 5 കിട്ടി, 10, 15, 25, 50, 75, 150. അങ്ങനെ കുറേ സംഖ്യകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 30ൻ്റെ ആണല്ലോ അല്ലേ. 30ൻ്റെയും കൂടിയാണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 30 കൂടി കൊടുത്തു. ഓക്കെ. 30ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് അടുത്ത നമ്മുടെ ടേബിൾ എന്ന് വെച്ചാൽ അവൻ്റെ കോമൺ ഡിവൈസറാണ്. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസറാണ് അവൻ്റെ കോമൺ ഡിവൈസർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ 1, 5, 25, 1, 2, 3, 5, 10, 15, 25, 30, 50, 75, 150. അതാണ് അവൻ്റെ ഡിവൈസർ. ഇതിൽ നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 1 എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഒരു കോമൺ ഡിവൈസറാണ് 1. 5 എന്ന് പറഞ്ഞ സംഖ്യ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്ന അവൻ്റെ എന്താണ്? ഒരു കോമൺ ഡിവൈസറാണ്. അടുത്ത് വരുന്ന സംഖ്യ ഏതാണ്? 25 അല്ലേ. 25ഉം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ 25 എന്ന് പറയുന്നതും അവൻ്റെ എന്താണ്? കോമൺ ഡിവൈസറാണ്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ഡിവൈസറും ഞാൻ കണ്ടുപിടിച്ചു, കോമൺ ഡിവൈസറും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് അവൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അഥവാ GCD ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഞാൻ പറഞ്ഞു GCD എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? കോമൺ ഡിവൈസറിൽ ഏറ്റവും വലിയ ആളാരാണോ അവനാണ് അവൻ്റെ GCD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1, 5, 25ൻ്റെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 25. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് ആരായിരിക്കും? 25 ആയിരിക്കും. എന്ന് വെച്ചാൽ GCD ഓഫ് 25 and 150 എന്ന് വെച്ചാൽ എത്രയെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് GCD കാണാനുള്ള ഒരു കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ അല്ലേ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യകളുടെ GCD കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ സംഖ്യകളുടെ ഡിവൈസേഴ്സ് കണ്ടെത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിലെ കോമൺ ഡിവൈസർ ഏതെന്ന് മനസ്സിലാക്കുക. ആ കോമൺ ഡിവൈസറിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതാണ് അവൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 25ൻ്റെ 150ൻ്റെ GCD കണ്ടല്ലോ അല്ലേ. 1, 5, 25. അവൻ്റെ ഡിവൈസേഴ്സ് 1, 2, 3, 5, 6, 10 ഉണ്ട്, 15 ഉണ്ട്, 26 ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്, 75 ഉണ്ട്, 150 ഉണ്ട്. അങ്ങനെ അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസർ 1 ഉണ്ട്, 5 ഉണ്ട്, 25 ഉണ്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ GCD എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 25. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 6 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയിട്ടില്ലായിരുന്നു. 6 ഉണ്ട് കേട്ടോ. അതിൻ്റെ കോമൺ ഡിവൈസറിലൊന്നാണ് 6. ഓക്കെ. കോമൺ ഡിവൈസറില്ല, ഡിവൈസറിലൊന്നാണ്. 150 ഡിവൈസറിലൊന്നാണ് 6. അപ്പോൾ രണ്ടേ GCD എത്രയെന്ന് കിട്ടി? 25 എന്ന് കിട്ടി. നമുക്കൊരു സംഖ്യയും കൂടി നോക്കാം. 13ൻ്റെയും 31ൻ്റെയും ഇവരുടെ GCD കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. 13, 31. ആദ്യം ഡിവൈസർ കാണാം. 13 ഏതൊക്കെയാണ്? 1 വരും. 1 കഴിഞ്ഞാൽ പിന്നെ 13 ഏതാ ഡിവൈസർ വരുന്നത്? 13 എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രൈം നമ്പറിന് ആ സംഖ്യയും പിന്നെ ഏത് 1 മാത്രമേ ഡിവൈസറായിട്ട് വരുള്ളൂ. അപ്പോൾ 13ഉം 1ഉമാണ് അവൻ്റെ ഡിവൈസർ. 31 എന്ന് പറയുന്ന സംഖ്യ ഏതാടെ? 31 ഒരു പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ 31ഉം ഏതൊക്കെ ഡിവൈസർ വരുന്നത്? 1ഉം 31ഉം. അപ്പോൾ രണ്ടും കൂടി കോമൺ ആയിട്ട് നോക്കുമ്പോൾ അവൻ്റെ കോമൺ ഡിവൈസറായിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഇവിടെ 1, ഇവിടെ 1. ആര് മാത്രമേ വരുന്നുള്ളൂ? കോമൺ ഡിവൈസറായിട്ട് 1 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ GCD എത്രയെന്ന് പറയാം? 1 എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സംഖ്യകളുടെ GCD 1 ആണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇവിടെ അവൻ്റെ GCD 1 ആയിട്ട് കിട്ടിയത് കൊണ്ട് 13 and 31 ആർ
അവർ പരസ്പരം എന്താണ്? റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ GCD ഒന്നാക്കുക, അല്ലെങ്കിൽ രണ്ട് സംഖ്യകളെ റിലേറ്റീവ്ലി പ്രൈമാണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകളുടെ GCD എത്രയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി? 1 എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. എപ്പോഴാണ് രണ്ട് സംഖ്യകളെ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നതെന്ന് പറഞ്ഞ ഓപ്ഷൻസ് തരാം. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. GCD ഓഫ് 13 ആൻഡ് 31 ആണ് കാണുന്നത്. അപ്പോൾ 13ൻ്റെ ഡിവൈസർ 1ഉം 13 എന്നുണ്ട്. അതുപോലെ തന്നെ ആരുടെ 31ൻ്റെത് 1ഉം 31 ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള ഡിവൈസർ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ ഇവരുടെ GCD എത്രയാണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 44ൻ്റെയും 42 ഓക്കെ 34ൻ്റെയും 16ൻ്റെയും നമുക്ക് ചെയ്യാം. അതിന് ശേഷം വേറെ ചെയ്ത് നോക്കാം. 4ൻ്റെയും 16ൻ്റെയും GCD കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 34ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 1 എന്തായാലും അവൻ്റെ ഡിവൈസറാണ്, 2 ആണ്, 3 വരൂല, 4 വരൂല, 5 ഇല്ല, 6 വരോ? 6ഉം വരത്തില്ല, 7 വരൂല. അപ്പോൾ 1 വരും, 2 വരും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 17, 34 വരുള്ളൂ. ഇതൊക്കെയാണ് അവൻ്റെ എന്തെന്ന് പറയുന്നത്? ഡിവൈസർ എന്ന് പറയുന്നത്. അതുപോലെ 16ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2 ഉണ്ട്, 3 ഇല്ല, പിന്നെ 4 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2, 4, 8, 16 ആണ്. ഏതിൻ്റെ? 34ൻ്റെ 16ൻ്റെ എന്തായിട്ട് വരുന്നത്? 1 എഴുതിയില്ലല്ലേ? എപ്പോഴും 1 അവൻ്റെ തന്നെ എന്തായിരിക്കും? ഡിവൈസർ ആയിരിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡിവൈസർ ആരൊക്കെയാണ്? കോമൺ ഡിവൈസർ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ കോമൺ ആയിട്ട്? ഇല്ല. അങ്ങനെയാണെങ്കിൽ GCD എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു ഞാൻ? രണ്ടിലും വലുതായിട്ട്, അല്ലെങ്കിൽ കോമൺ ഡിവൈസറിൽ ഏറ്റവും വലുതായിട്ട് വരുന്ന ആൾ. ഇവിടെ ഏറ്റവും വലിയ ആളാരാ? നമുക്ക് പറയാം 34ൻ്റെ 16ൻ്റെ GCD എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? 2 ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ ഈ ഒരു കൺസെപ്റ്റ്, GCD കാണുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് GCDയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തതെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ. അത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യകളുടെ GCD, ഇപ്പോൾ എയുടെയും ബിയുടെയും GCDയും ബിയുടെയും എയുടെയും GCD എന്താണ്? സെയിം ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2ൻ്റെയും 4ൻ്റെയും GCD. 2ൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. 4ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 4 ആണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1ഉം 2ഉം ആണ്. അപ്പോൾ രണ്ടിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2ൻ്റെ 4ൻ്റെ GCD നമുക്ക് എത്രയെന്ന് പറയാം? 2 ആണെന്ന് പറയാം. അതുപോലെ 4ൻ്റെയും 2ൻ്റെയും GCD എന്തായിരിക്കും? 4ൻ്റെ ഡിവൈസേഴ്സ് 1, 2, 4, 2ൻ്റെ ഡിവൈസേഴ്സ് 1, 2. അപ്പോൾ കോമൺ ഡിവൈസറായിട്ട് വരുന്നത് ആരാ? 1ഉം 2ഉം. അപ്പോൾ GCD എന്ന് പറയുന്നത് ഇതിൽ വലിയ ആൾ തന്നെയല്ലോ, 2 തന്നെയല്ലോ. എന്ന് വെച്ചാൽ 4ൻ്റെയും 2ൻ്റെയും GCD എത്രയെന്ന് തന്നെ നമുക്ക് കിട്ടും? 2 എന്ന് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയുടെയും ബിയുടെയും GCDയും ബിയുടെ എയുടെയും GCD എന്താണ്? സെയിം. ദാറ്റ് മീൻസ് കമ്മ്യൂട്ട് ചെയ്യുക, പരസ്പരം തിരിഞ്ഞ് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നാലും, എന്ന് വെച്ചാൽ ഫസ്റ്റ് കിടക്കുന്ന ആൾ സെക്കൻഡും സെക്കൻഡ് കിടക്കുന്ന ആൾ ഫസ്റ്റ് വന്നാലും എപ്പോഴും അവരുടെ GCD എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് ലോ ആയിട്ട് പറയുന്നത്. അടുത്ത ലോയാണ് അസോസിയേറ്റീവ് ലോ. ഇവിടെ പറയുന്നത് 3 സംഖ്യകൾ എടുക്കുകയാണ്, എയും ബിയും സിയും. എന്നിട്ട് ബിയുടെയും സിയുടെയും GCD കണ്ടതിന് ശേഷം ആ കിട്ടുന്ന ഉത്തരം എയുമായിട്ട് എന്ത് ചെയ്യുന്നു? GCD കാണുന്നു. അതുപോലെ എയുടെയും ബിയുടെയും GCD കണ്ടിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന് സിയുമായിട്ട് GCD കണ്ടാലും കിട്ടുന്ന ഉത്തരം സെയിം ആണെന്ന് കാണിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ 3 സംഖ്യകൾ എടുക്കുകയാണ്, 2ഉം 3ഉം 6ഉം എന്ന് വിചാരിക്കും. 2, 3, 6. അവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം 2ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതി നോക്കാം. 2ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. 3യുടെ ഡിവൈസേഴ്സോ 1ഉം 3ഉം ആണ്. 6ൻ്റെ ഡിവൈസർ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? 1 വരും, 2 വരും, 3 വരും, 6 വരും. ഇനി നമ്മൾ ചിന്തിക്കുക, നമുക്ക് ആദ്യം വേണ്ടത് 3യുടെയും 6ൻ്റെയും GCD വേണം. 3യുടെയും 6ൻ്റെ GCD എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ള ഡിവൈസർ ഏതൊക്കെയാണ്? കോമൺ ഡിവൈസർ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1ഉം ഉണ്ട് 3ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ GCD എന്ന് വെച്ചാൽ 3 ആണെന്ന് നമുക്ക് കിട്ടും. ആരുടെ? 3യുടെയും 6ൻ്റെയും GCD നമുക്ക് 3 എന്ന് കിട്ടി.
അങ്ങനെയാണെങ്കിൽ എനിക്കിട്ട് കാണേണ്ടത് ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എ കോമ ബി സിയുടെ ജി സി ഡി എത്രയാണെന്ന് എനിക്ക് കാണണം. ഇവിടെ എയുടെ സ്ഥാനത്ത് ഞാൻ എടുത്തിരിക്കുന്ന സംഖ്യ 2 ആണ്. അപ്പോൾ 2ൻ്റെയും ഇനി ആരുടെയും ഈ 3യുടെയും കൂടി എന്ത് ചെയ്താൽ മതി, ജി സി ഡി കണ്ടാൽ മതി. 2ൻ്റെയും 3ൻ്റെയും ജി സി ഡി എത്രയാണ്, 1 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ എ കോമ ബി സി അവൻ്റെ ജി സി ഡി എനിക്ക് എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്കിനി എ ബി കോമ സിയുടെ ജി സി ഡി എത്രയെന്ന് കിട്ടിയാൽ മതി, 1 ആണെന്ന് കിട്ടിയാൽ മതി. അപ്പോൾ എ ബി എന്ന് വെച്ചാൽ 2ഉം 3യും. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ജി സി ഡി എനിക്ക് കാണണം. അവൻ എത്രയെന്ന് അറിയാം, നമുക്ക് 1 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി ആ 1ൻ്റെയും ഈ 6ൻ്റെയും ജി സി ഡിയാണ് കാണേണ്ടത്. അങ്ങനെ 1 എന്ന് വെച്ചാൽ എത്രയാണ്, 1ൻ്റെ ഡിവൈസർ എന്ന് വെച്ചാൽ 1 മാത്രമേ ഉള്ളൂ. അതുപോലെ അവൻ്റെ കോമൺ ഡിവൈസർ 1 ഉള്ളൂ. അപ്പോൾ അവൻ്റെ ജി സി ഡി എത്ര തന്നെയാണ്, 1. ഓക്കെ, അപ്പോൾ 1ൻ്റെ 6ൻ്റെ ജി സി ഡി നോക്കുമ്പോൾ എന്തെന്ന് വരും, ഇവിടെ 1 എന്ന് വരും അല്ലേ. കാര്യം 6ൽ കോമൺ ആയിട്ട് ഈ 1 ഉള്ളൂ, 1ലും കോമൺ ആയിട്ട് 1 ഉള്ളൂ. എന്ന് വെച്ചാൽ 1ൻ്റെ 6ൻ്റെ ജി സി ഡി എത്ര, 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, എ കോമ ബി സിയുടെ ജി സി ഡിയും അതുപോലെ എ ബി കോമ സിയുടെ ജി സി ഡി എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടിയില്ലേ. ഇത് 1 എന്ന് കിട്ടി, ഇല്ല ഇത് 1 എന്ന് കിട്ടി, യവനും എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് പറയാം അത് അസോസിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. നമുക്ക് വേറൊരു എക്സാമ്പിളിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി അതിന് ചെയ്ത് നോക്കാം. അപ്പോൾ എയുടെ വില ഞാൻ 4 എടുത്തു, ബിയുടെ വില ഞാൻ 6 എടുത്തു, സിയുടെ വില ഞാൻ 8 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ ആദ്യം ഫാക്ടർ അത് ഡിവൈസർ എഴുതാം. എയുടേത് 1 വരും, 2 വരും, 4 വരും. ഡിവൈസർ എ. ഡിവൈസർ ഓഫ് ബിയോ 1 വരും, 2 വരും, 3 വരും, 6 വരും. ഡിവൈസർ ഓഫ് സി 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. ഇത്രയാണ് അവൻ്റെ ഡിവൈസർ. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ബി സിയുടെ ജി സി ഡി ആണ് വേണ്ടത്. അപ്പം ബി സിയുടെ ജി സി ഡി വേണമെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള കോമൺ ഡിവൈസേഴ്സ് ആദ്യം എഴുതണം. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, വേറൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജി സി ഡി എത്രയായിരിക്കും, 2 ആയിരിക്കും. ദാറ്റ് ഈസ് ബി സി ഡി ഓഫ് ബി കോമ സി എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്, 2 എന്ന് കിട്ടും. അപ്പോൾ ബി സിയുടെ വില എനിക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഇനി എനിക്ക് എയും 2ഉം തമ്മിലുള്ള ജി സി ഡി കണ്ടാൽ മതിയല്ലോ. ദാറ്റ് ഈസ് എ കോമ ജി സി ഡി ഓഫ് എനിക്ക് ബി സി കാണണമെന്ന് വെച്ചാൽ എയുടെ വാല്യൂ ഇവിടെ 4, ഈ 4ൻ്റെയും 2ൻ്റെയും ജി സി ഡി കാണണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിൻ്റെ ജി സി ഡി കൂടി, എന്തിൻ്റെ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസറും കൂടി കണ്ടെത്തി വയ്ക്കണം, 2ൻ്റെ ഡിവൈസേഴ്സ് എടുത്ത് വയ്ക്കണം. ഏതൊക്കെയാണ് 2ൻ്റെ ഡിവൈസേഴ്സ്, 1ഉം 2ഉം. ഓക്കെ, അപ്പോൾ 4ഉം 2ൻ്റെയും ജി സി ഡി കാണാൻ വെച്ചാൽ 4ൻ്റെ ഡിവൈസറും 2ൻ്റെ ഡിവൈസേഴ്സും തമ്മിൽ നോക്കുമ്പോൾ 2ലും കോമൺ ആയിട്ടുള്ളതിൽ ഗ്രേറ്റസ്റ്റ്. ഇവിടെ 2ലും കോമൺ 1ഉം 2ഉം ആണ്. അതിൽ ഗ്രേറ്റസ്റ്റ് എത്രയാ, 2. അപ്പോൾ 4ൻ്റെയും 2ൻ്റെയും ജി സി ഡി എത്രയെന്ന് എനിക്ക് കിട്ടും, 2 എന്ന് കിട്ടും. ഇനി അതുപോലെ എനിക്ക് അടുത്ത് കാണേണ്ടത് എ ബിയുടെ ജി സി ഡി കാണണം. എ ബിയുടെ ജി സി ഡി എന്ന് വെച്ചാൽ ഈ 4ൻ്റെയും 6ൻ്റെയും ആണ്. എവരുടെയാണ് എ ബി. ആ ജി സി ഡി എത്രയാ, 2ലും കോമൺ ആയിട്ടുള്ളതാണ്. ഇവിടെ 2ലും കോമൺ ആയിട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അതിൽ വലുത് 2 ആയതുകൊണ്ട് എയുടെയും ബിയുടെയും ജി സി ഡി എനിക്ക് എത്രയെന്ന് കിട്ടി, 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി കാണേണ്ടത് എ ബിയുടെ ജി സി ഡി കോമ സി എന്ന് വെച്ചാൽ ഇവിടെ എ ബിയുടെ ജി സി ഡി 2, സി എന്ന് വെച്ചാൽ ഞാൻ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്, 8 എന്ന് വെച്ചാൽ 2ൻ്റെയും 8ൻ്റെയും എന്ത് കാണണം, ജി സി ഡി കാണണം. ഇവിടെ 2ൻ്റെ കോമൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2ൻ്റെ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്നത് 1ഉം 2ഉം ആണ്. ഇവിടെ 8ൻ്റെത് വരുന്നത് 1, 2, 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2ലും കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. അതിൽ ഏറ്റവും വലിയ ആൾ 2 ആയതുകൊണ്ട് അവൻ്റെയും ജി സി ഡി എത്രയെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എ കോമ ബി സിയുടെ ജി സി ഡി, എ കോമ ജി സി ഡി ഓഫ് ബി സി എന്ന് വെച്ചാൽ 2 എന്ന് കിട്ടി. അതുപോലെ എ ബിയുടെയും സിയുടെയും ജി സി ഡി എത്രയെന്ന് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം ഈ പറഞ്ഞിരിക്കുന്നത് അസോസിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നു എന്ന് പറയാം, സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. അടുത്തതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്ന് വെച്ചാൽ എ സിയുടെയും ബി സിയുടെയും ജി സി ഡിയും അതുപോലെ സി ഇൻറ്റു എ ബിയുടെ ജി സി ഡി എന്താണ്, സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 4ൻ്റെയും 8ൻ്റെയും ജി സി ഡി
എത്രയും നോക്കാം. അപ്പോൾ 4ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 1, 2, 4, 8. അതുപോലെ 8ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 1, 2 ഉണ്ട്. ഓക്കെ, ഇവിടെ 8 ഇല്ല, ഞാൻ 4ൻ്റെ 8ൻ്റെയാണ് അത് എഴുതിപ്പോയത്. ഓക്കെ, 1, 2, 4, 8 ഇതാണ് 4ൻ്റെയും 8ൻ്റെയും. ഓക്കെ, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ GCD എന്ന് പറയുന്നത് അതിൻ്റെ 4 ആണെന്നറിയാം. അപ്പോൾ 4ൻ്റെ 8ൻ്റെ GCD എനിക്ക് 4 എന്ന് കിട്ടും. അതവിടെ നിന്നോട്ടെ. ഈ 4നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു 2 × 2 എന്നും 8 ഒരു 2 × 4 എന്നും പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇവൻ്റെ GCD നമുക്കറിയാം, ഇത് തന്നെയാണ് 4 തന്നെയാണെന്നറിയാം. അപ്പോൾ ഇവൻ എന്ത് ഫോമിലാണ് കിടക്കുന്നത്? ഒരു A അല്ലെങ്കിൽ ഒരു A × C പ്ലസ് ഒരു B × C ഫോമിലല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2ൻ്റെയും ഈ 4ൻ്റെയും GCD എന്ന് പറയുന്നത് എന്താണ്? ആ GCDയെ ഈ കിടക്കുന്ന 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി 2ൻ്റെ 4ൻ്റെ GCD നമുക്ക് നോക്കാം. 2ൻ്റെയും 4ൻ്റെയാണ് വേണ്ടത്. അപ്പോൾ 2ൻ്റെ മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. 2ൻ്റെ 1ഉം 2 ആണ്. 4ൻ്റെ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ 1ഉം 2 ആണ്. അപ്പോൾ അവൻ്റെ GCD 2, 4ൻ്റെ GCD എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അതിനെ ഈ 2 കൊണ്ട് ഗുണിച്ച 2 × 2ൻ്റെ 4ൻ്റെ GCD 2 ആണ്. ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ആയില്ലേ? AC-യുടെയും BC-യുടെയും GCDയും അതുപോലെ C × AB-യുടെ GCD എന്തെന്ന് പറയാം? സെയിം ആണെന്ന് പറയാം. ദീസ് പ്രോപ്പർട്ടീസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, അടുത്തതാണ് ഒരു സംഖ്യയും 1 എടുത്താൽ അവൻ്റെ GCDയും അതുപോലെ 1ഉം ആ സംഖ്യയുടെ GCD. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്താലും അവൻ്റെ GCD വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 8ൻ്റെയും 1ൻ്റെയും GCDയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് 8ൻ്റെ ഫാക്ടേഴ്സ് അറിയാം, 1, 2, 4, 8 ആണെന്നറിയാം. അതുപോലെ 1ൻ്റെ എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസർ ആരാ? 1 ആയതുകൊണ്ട് 8ൻ്റെ 1ൻ്റെ GCD എത്രയാണ്? 1 തന്നെയാണ്. അതുപോലെ 1ൻ്റെയും 8ൻ്റെയും GCD എത്രയാ? 1 തന്നെയല്ലോ. അപ്പോൾ ഈ 8ന് പകരം നമ്മൾ ഇനി ഏത് സംഖ്യ തന്നെ എടുത്താലും നമുക്ക് എന്തെന്ന് പറയാം? 1ഉമായിട്ടുള്ള ഒരു സംഖ്യയും 1ഉമായിട്ടുള്ളവൻ്റെ GCD എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ലാസ്റ്റ് പറയുന്നത് ഒരു സംഖ്യയും 0യും തമ്മിലുള്ള അവൻ്റെ GCD എന്ന് വെച്ചാൽ ഏത് സംഖ്യയാണോ എടുക്കുന്നത് ആ സംഖ്യ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 4ൻ്റെയും 0യുടെയും GCD എത്രയെന്ന് ചോദിച്ചാൽ എത്ര തന്നെ? 4. അതുപോലെ ഇപ്പോൾ 50ൻ്റെയും 0യുടെയും GCD ചോദിച്ചാൽ അല്ലെങ്കിൽ 0യുടെ 50ൻ്റെ GCD ചോദിച്ചാൽ എന്താണ്? 50 തന്നെ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സംഖ്യയും അവൻ്റെ GCD എന്ന് വെച്ചാൽ എന്ത് തന്നെ? ആ സംഖ്യ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് GCDയുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്.